വ്യക്തമാണ്. ശ്രീ ബൈജു ലൈലരാജ്, താങ്കളുടെ ഒരു അനുഭവം എന്താണ്? താങ്കളും വന്ന വിജേഷൻ സാർ പറഞ്ഞതുപോലെ ഇവിടെ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു, IFFIക്ക് പോകുന്നതിന് മുൻപുള്ള ചർച്ചയിലുണ്ടായിരുന്നു. വളരെ പ്രതീക്ഷയോടെയുള്ള കാര്യങ്ങൾ അന്ന് പങ്കുവച്ചിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ പൂർണ്ണമായും കൃത്യമായി ആ രീതിയിൽ തന്നെ കിട്ടിയോ? പ്രതീക്ഷകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വരാൻ പോകുന്ന തീർച്ചയായും ശ്രീ ബൈജു ലൈലരാജ്, ഒപ്പം നമ്മൾ IFFKയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലേക്ക് കൂടി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഈ നേരത്തെ പറഞ്ഞ ആ കമ്പാരിസന്റെ ഒരു ആവശ്യം തന്നെ വരുന്നില്ല. കാരണം IFFK എന്ന് പറയുന്നത് വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മള് ഇപ്പം FIAPF ആണ് 5 ഫെസ്റ്റിവൽസ് ഇന്ത്യയിൽ മേജറായിട്ട് നടക്കുന്നതില്. പിന്നെ കോമ്പറ്റീറ്റീവ് സ്റ്റാറ്റസ് ഉള്ളത് ഗോവയ്ക്ക് മാത്രമാണ്. അല്ലാത്തതിന് സെലക്റ്റീവ് കോമ്പറ്റീറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടാണ് IFFK വരുന്നത്. മുംബൈ മാമി ഫെസ്റ്റിവൽ വരുന്നത്, പിന്നെ ബംഗളൂരു ഫെസ്റ്റിവല്, പിന്നെ കൊൽക്കത്ത. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നടത്തിപ്പ് രീതി നിലവിലുള്ളത് IFFK ട്രിവാൻഡ്രത്തിന് തന്നെയാണ്. പിന്നെ അതിനെ ഉപരിയായിട്ടുള്ളത് വേറെയും കുറെ അതിനകത്ത് മാനദണ്ഡങ്ങളുണ്ട്. ഏറ്റവും ജനകീയമായി നടത്തപ്പെടുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ. അതിന് കാരണം, അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇത് തുടക്കം മുതലേ ഉണ്ട് ഈ ജനകീയ സ്വഭാവം IFFKക്ക്. 96-ലാണെന്ന് തോന്നുന്നു. 96-ൽ ഞാൻ ആദ്യത്തേത് കോഴിക്കോട് ഇവിടെ ഞങ്ങളെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഇത് ഇവിടുത്തെ ഒരു ഉത്സവമായിട്ട് മാറുകയായിരുന്നു ആ IFFK. അത് ജനകീയം എന്ന് ഞാൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏതോ ഒരു വിദേശ ഡയറക്ടർ ഓട്ടോറിക്ഷ കയറി പോയപ്പോ ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹത്തോട് സനൂസിയെ പറ്റിയിട്ടും കുറസോവയെ പറ്റിയിട്ടും ഒക്കെ പേരുകൾ, അദ്ദേഹം ആ പേരൊക്കെ ഡ്രൈവർ കേട്ടിട്ടുണ്ട്. ഇയാൾ അതിശയിച്ചു പോയി. കാരണം ഇത്രമാത്രം സാക്ഷരത, സിനിമാ സാക്ഷരത മലയാളിക്കുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ ഈ ജനകീയ സ്വഭാവം അല്ലാതെ രണ്ടാമത് വരുന്നത് ഇതിന്റെ യുവജന പങ്കാളിത്തമാണ്. ദാറ്റ്സ് അസ്റ്റൗണ്ടിങ് തിങ്. അത് നമ്മൾ വേറെ എവിടെയും കാണാത്തൊരു സാധനം. ഇത്രയധികം യുവാക്കളും യുവതികളും വന്ന് പങ്കുകൊള്ളുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് അവകാശപ്പെടാൻ IFFKക്ക് മാത്രമേ സാധിക്കൂ. കാരണം അത് അവരുടെ തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുണ്ടായി വരുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒരു ഫെസ്റ്റിവലിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരിൽ ഉണ്ടാവുന്ന ഒരു ഭാവുകത്വ മാറ്റം അത് പ്രകടമാണ്. നമ്മളെ സിനിമകളിൽ പോലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം നേരത്തെ ആരോ പറഞ്ഞ മാതിരി ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് പോലെ തന്നെ നടക്കുന്ന മറ്റൊരു എക്സ്ചേഞ്ച് ആണ് ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ആ ഈസ്തെറ്റിക് ആയിട്ടുള്ള ആ ലാവണ്യാത്മകമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽസ് കഴിഞ്ഞിറങ്ങുന്ന സിനിമയെ അത്രമാത്രം നെഞ്ചേറ്റി നടക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാക്കേജ് ആണ്. ദ വേ ദ പാക്കേജ് ഹാസ് ബീൻ മെയ്ഡ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് IFFKയുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ സ്റ്റെല്ലർ പാക്കേജുകളാണ്. ഈ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഈ വർഷത്തെ പാക്കേജ് എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിന്റെ നമ്മൾ ആ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഫോക്കസ് കൊടുത്തിരിക്കുന്ന, അർമേനിയക്ക് കൊടുത്തിരിക്കുന്ന ഫോക്കസ്, ഹാൻസുങ് ഹാൻ ഇതിന് കൊടുത്തിട്ടുള്ള ആ റെട്രോസ്പെക്റ്റീവ് 4 പടങ്ങൾ അദ്ദേഹത്തിന്റെ കൊറിയൻ പടങ്ങളായിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതിന്റെ നടത്തിപ്പ്. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ വളരെ ചുരുക്കമാണ് IFFKക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ 80% ഓഫ് ദ സീറ്റ്സ് ആർ റിസർവ്. ബാക്കിയുള്ള 20% നമുക്ക് അവിടെ ചെന്ന് കിട്ടാവുന്നതാണ്. മാത്രമല്ല, സാറ് ഗോവയിൽ പോയ അനുഭവം പറഞ്ഞു. അവിടെ പിന്നെ റിസർവേഷൻ കാരണം ചിലപ്പം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന തിയേറ്ററുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് ആള് കൂടി നിൽക്കുന്നു, തിയേറ്ററുകൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ, ദുരവസ്ഥകൾ. തിരുവനന്തപുരത്ത് അതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ്. അത് അതിന്റെ നടത്തിപ്പിന്റെ ഒരു മെച്ചമാണ്.